ഹോട്ടൽ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഹോട്ടലിലെ ഈ പാത്രം കഴുകുക, അല്ലെങ്കിൽ എല്ലാ കറികൾ വെക്കുക, ചോറ് വെക്കുക, ഇങ്ങനെ ഒരു ചിന്താഗതിയിലുള്ള ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ എങ്ങനെ പറയാം, ചില ആൾക്കാർ ഇപ്പോഴും നമ്മളെ കളിയാക്കാറുണ്ട്, പക്ഷേ എങ്കിലും നമ്മളത് മൈൻഡ് ചെയ്യാറില്ല. ഇപ്പോഴും ഞാൻ സ്കൂളുകളിൽ ഒരുപാട് പിള്ളേർ, ഒരുപാട് സ്റ്റുഡൻസ് കേരളത്തിന് പുറത്തും പൈസയുടെ അല്ലെങ്കിൽ ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ കാരണം ഈ ഒരു മേഖല പഠിക്കാൻ പറ്റാതെ വേറെ ജോലികൾ എന്ന് വെച്ചാൽ നാട്ടിലെ ചെറിയ ചെറിയ ജോലികളിലേക്ക്, കടകളിലേക്ക്, സെയിൽസ്മാൻ എന്ന രീതിയിലേക്ക് പോകുന്ന രീതിയിലേക്ക് വന്നു. ഒരു സക്സസ് സ്റ്റോറി എന്ന് പറയാനായിട്ട് എന്തെങ്കിലും മനസ്സിൽ നമ്മളുടെ കോളേജിൽ വന്ന് പഠിച്ചിട്ട് പോയ കുട്ടികൾ തന്നെ, അവർ തന്നെ നമ്മുടെ വലിയൊരു മാർക്കറ്റിംഗ് ആണ്. ഈ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് പോലെ അതിനപ്പുറം വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ അവർ തന്നെ റെഫർ ചെയ്ത് തരുന്ന കുട്ടികളുണ്ട്. ഇവരുടെ പേരൻസ് തന്നെ നമുക്ക് റെഫർ ചെയ്ത് തരാറുണ്ട്. ഗേൾസിന് ഏറ്റവും കൂടുതൽ സേഫായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ലോകത്തെ ഏക ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവിൽ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അവർ തന്നെ റെഫർ ചെയ്ത് തരുന്ന കുട്ടികളുണ്ട്. ഇവരുടെ പേരൻസ് തന്നെ നമുക്ക് റെഫർ ചെയ്ത് തരാറുണ്ട്. ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ പഠിക്കണമെന്ന് ആഗ്രഹിച്ച ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ മുന്നിൽ കണ്ടുകൊണ്ട് ആണ് ഇതിലേക്ക് വരുന്നത്. ഇതിനകത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊരു ഹ്യൂമാനിറ്റി ഉണ്ടാവുക എന്നതാണ് ഇതിനകത്തെ മുഖ്യം. കാരണം ഒരാളോട് എങ്ങനെ സംസാരിക്കണം, ഒരു പൊതുസമൂഹത്തിൽ ഇറങ്ങി എങ്ങനെ പെരുമാറണം എന്നുള്ള രീതിയാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത്. കുട്ടികൾ ഇൻറ്റേൺഷിപ്പ് ഈ നിമിഷം നമ്മൾ സംസാരിക്കുമ്പോൾ പോലും പിള്ളേർ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. പല കുട്ടികൾ 6 മന്ത് കൂടുമ്പോൾ 1 മന്ത് ലീവിന് വന്നിട്ട് പിന്നീട് വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇതിലൂടെ ഉണ്ടാകുന്നൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് വെച്ച് കുട്ടികൾ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത് കുറയും. കാരണം ഈ മേഖല എന്താണെന്ന് ഇവരെ ആദ്യമേ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹം അവരുള്ളിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ IV ഞങ്ങൾ ടോട്ടലി ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അടൂരിൽ പ്രവർത്തിക്കുന്ന എമിറേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ MD സവാദാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. എങ്ങനെ പോകുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനങ്ങളൊക്കെ? നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇതിപ്പോ എത്ര വർഷമായി തുടങ്ങിയിട്ട്? നമ്മളൊരു 6 years ആവുന്നു. ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്ത് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അവരുടെ ഭാവി തുറന്നു നൽകിയ ഒരു സ്ഥാപനം എമിറേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്. അപ്പോ എങ്ങനെയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനങ്ങൾ? ഇപ്പൊ എത്ര വർഷമായി? നമ്മുടെ എമിറേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്ന് പറയുന്ന കോളേജ് ആക്ച്വലി ഞങ്ങളുടെ കോളേജിൻ്റെ പേര് തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 2019 ആ സമയത്ത് തന്നെ നമ്മുടെ കോളേജിൻ്റെ പേര് എമിറേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്നായിരുന്നു. പിന്നീട് ഞങ്ങളത് കുറച്ച് കോഴ്സുകളും കൂടെ ഈ ഹോസ്പിറ്റാലിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 1-2 കോഴ്സും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എമിറേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് എന്നുള്ള പേരിലേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ ഈ കോളേജ് ലൊക്കേറ്റ് ചെയ്യുന്നത് അടൂരിലാണ്. അടൂർ എന്ന് പറയുന്നത് നമുക്ക് കേട്ടാൽ അറിയാം, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്താണ് ഈ കോളേജ് വരുന്നത്. അതിൻ്റെ ഈ കോളേജ് അവിടെ തന്നെ ചെയ്യണമെന്ന് ഞങ്ങൾ താല്പര്യപ്പെട്ടതെന്ന് വെച്ചാൽ കുറച്ച് ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു ഹബ്ബായിട്ട് വരുന്ന സ്ഥലമാണ് ഈ അടൂർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന ട്രിവാൻഡ്രം, കോട്ടയം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കിയുടെ ഇടുക്കി മീൻസ് കോട്ടയത്തിൻ്റെ അടുത്തായിട്ട് ഇടുക്കി വരും. അപ്പം ഇങ്ങനെയുള്ള ഈ പറയുന്ന ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അടൂർ. ഇത് മാത്രമല്ല, നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്, ചെങ്കോട്ട, തെങ്കാശി, ഇങ്ങനെയുള്ള സ്ഥലം 80 കിലോമീറ്ററേ ഉള്ള അടൂരിൽ നിന്ന്. അപ്പോൾ നമുക്ക് തെങ്കാശിയിൽ നിന്ന് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും കൂടി ആക്സസ് ആവാൻ പറ്റുന്ന ഒരു മേഖലയായിട്ടാണ് ഞങ്ങൾ അടൂർ ചൂസ് ചെയ്തത്. ഇത് മാത്രമല്ല, ഈ അടൂരിൻ്റെ ഏരിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റാലിറ്റി രംഗത്ത് വർക്ക് ചെയ്യുന്ന ആളുകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പത്തനംതിട്ടക്കാരായിരിക്കാം. പത്തനംതിട്ട അല്ലെ കോട്ടയം ഡിസ്ട്രിക്റ്റുകാരാണ് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റാലിറ്റി രംഗത്ത് നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ പത്തനംതിട്ടയും കോട്ടയംകാരാണ്. അപ്പോൾ അവിടെ നിന്നും നമുക്ക് കൂടുതൽ കാൻഡിഡേറ്റ്സ് അവർക്ക് ഈസി ആയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് ഞങ്ങൾ അടൂരിനെ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 150 അല്ലെങ്കിൽ ഒരു 100 അത്രയൊക്കെ എന്തായാലും കാണും. അങ്ങനെ തന്നെയല്ലേ കാര്യം? അതെ, ഉറപ്പായിട്ടും. അപ്പോൾ അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഒരു പ്രോസസ്സിംഗ് ഒന്നൊന്ന് പറയാം. നമ്മൾ ആക്ച്വലി ഇതൊരു ഹോട്ടൽ മാനേജ്മെന്റ് കോളേജിനപ്പുറം ഒരു സൊസൈറ്റിയിൽ ഇപ്പം നമ്മൾ ഏതൊരു കോഴ്സ് പഠിച്ചാലും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു MBBS മെഡിസിൻ പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ എൻജിനീയറിംഗ് പല മേഖലകൾ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ ഈ ആളുകൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാൻഡിഡേറ്റ്സ്, സ്റ്റുഡൻസ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പേരൻസും അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഈ ഒരു മേഖല തിരഞ്ഞെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച്
ഒരു വ്യക്തിത്വം, ഒരു പേഴ്സണാലിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത്. അല്ല ഒരു കോഴ്സിലേക്ക് വന്നു അവന് ലക്ഷക്കണക്കിന് രൂപ സാലറി മേടിച്ചു കൊടുത്തുകൊണ്ട് അത്തരത്തിലല്ലാതെ അവരുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. വ്യക്തിപരമായിട്ട് എങ്ങനെ നിൽക്കണം, നടക്കണം, ഒരാളോട് സംസാരിക്കണം. ഇപ്പോൾ നമ്മൾ പല വാർത്തയിലും കാണും വലിയ കോഴ്സുകൾ പഠിച്ചിട്ട് ഫോർ എക്സാമ്പിൾ MBBS പഠിച്ച ഡോക്ടേഴ്സ് ആണെങ്കിലും പേഷ്യൻറ്റിനോട് ബിഹേവ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അത് പഠിച്ചിട്ട് ഫസ്റ്റ് ക്ലാസ് മേടിച്ചിട്ട് കാര്യമില്ല. പക്ഷെ നമ്മൾ അതിന് മുന്നേ തന്നെ പഠിക്കാൻ കഴിവുള്ളവരായിരിക്കാം, ഇല്ലാത്തവരായിരിക്കാം. പക്ഷെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കാം. അത് അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് മോശപ്പെട്ട് വന്ന പിള്ളേരായിരിക്കാം. അപ്പോൾ നമുക്ക് എപ്പോഴും ഹോസ്പിറ്റാലിറ്റി രംഗത്തേക്ക്, അതായത് ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ വരുന്നതിൽ എപ്പോഴും വരുന്നത് അണ്ടർ പ്രിവിലേജ് കാറ്റഗറിപ്പെട്ട കാൻഡിഡേറ്റ് ആയിരിക്കും, സ്റ്റുഡൻസ് ആയിരിക്കും. കാരണം പഠിക്കാൻ അത്രയും സ്മാർട്ട് ആയിരിക്കില്ല. പക്ഷേ പഠിക്കാൻ സ്മാർട്ടുള്ളവരും വരുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ എങ്കിലും ഒരു 70% പഠിക്കുവാൻ അത്ര വലിയ മികവുള്ള കുട്ടികളായിരിക്കില്ല. അവരെപ്പോഴും പ്രാക്ടിക്കലി ഓറിയൻറ്റഡ് മാത്രം നോക്കുന്ന ആളുകളായിരിക്കും. പെട്ടെന്നൊരു ജോലി കിട്ടണം, അല്ലെ ഫാമിലി സെറ്റിൽ ചെയ്യണം എന്നൊരാഗ്രഹത്തിൽ വരുന്നവരായിരിക്കാം. അപ്പോൾ അവർ വരുന്നത് അവർ വലിയൊരു ഫ്യൂച്ചർ സെറ്റിൽ ചെയ്യണമെന്നായിരിക്കില്ല. പക്ഷെ അവർക്ക് അവരുടെ ഫാമിലി സെറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു ലൈഫ് ഓക്കെ ആക്കുക. അങ്ങനെ വരുന്ന ആളുകളാണ് ഇന്ന് നമ്മൾ കാണുന്ന ലോകത്തെ ഏത് വലിയ പ്രോപ്പർട്ടിയിലും 5 സ്റ്റാർ പ്രോപ്പർട്ടീസിൽ വർക്ക് ചെയ്യുന്നവരെല്ലാം. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളാണ് VVIPs ആയിട്ടുള്ള ആളുകളെ ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഈ VVIPs എന്ന് പറഞ്ഞു തന്നാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ഡിസ്ട്രിക്റ്റിൽ ഒരു കളക്ടർ ഉണ്ടെങ്കിൽ പോലും പുള്ളിക്ക് അവിടേക്ക് മറ്റൊരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് ആവട്ടെ, കിങ് ആവട്ടെ, ആരെങ്കിലും വന്ന പ്രോട്ടോകോൾ അനുസരിച്ച് പുള്ളിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ, ഇപ്പം കൊച്ചിയിലാകുമ്പോൾ നമുക്ക് മാരിയറ്റ് പറയാം, ക്രൗൺ പ്ലാസ പറയാം, ഇങ്ങനൊരു പ്രോപ്പർട്ടിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പ്രോട്ടോക്കോളുകൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും VVIPസിനെ ഹാൻഡിൽ ചെയ്യാനൊക്കെ. അപ്പോൾ VVIPs എന്ന് പറയുന്ന ആളുകൾ വെരി വെരി ഇമ്പോർട്ടൻസ് പേഴ്സൺസ് എന്ന് പറയുന്നത് സാധാരണക്കാരും വരാറുണ്ട്. എങ്കിൽ പോലും സെലിബ്രിറ്റീസുകൾ, പ്ലെയേഴ്സ്, വലിയ ഫുട്ബോൾ താരങ്ങൾ, ഓരോരുത്തർ കാണാൻ ആഗ്രഹിക്കുന്ന പല ആളുകളെ നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു വലിയ ഇടമാണ് ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇപ്പോ സാധാരണ രീതിയിൽ ഒരു +2 ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് പഠിച്ച് അതിനുശേഷം നല്ലൊരു ജോലി, അത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കുട്ടികളാണ് ഇപ്പൊ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതെ. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ, ഇപ്പൊ ഹോട്ടൽ മാനേജ്മെന്റ് ആയിക്കോട്ടെ, ഈ ഒരു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടില് നമ്മളിങ്ങനെ വിഭാവനം ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് എന്ന ആ ഒരു ചിന്ത താങ്കളുടെ മനസ്സിലേക്ക് വന്നത് എങ്ങനെയാണ്? അതിലൊരു പ്രചോദനം എന്തായിരുന്നു? ഇത് നടത്താൻ വേണ്ടിയിട്ടുള്ളതാണോ? മീൻസ് ആക്ച്വലി ഞാൻ ഇതിൽ ബാച്ചിലേഴ്സ് എടുത്ത ആളാണ്. ഞാൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കോളേജിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ച ആളാണ്. അത് 2013 പാസ് ഔട്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഏകദേശം 7 lakh 8 lakh റുപ്പീസ് ആയിട്ടുണ്ട് അന്ന് തന്നെ. അപ്പം നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവാൻ പറ്റുന്ന കാര്യം, ഇന്ന് അതിൻ്റെ ഇരട്ടിയായിരിക്കാം ഫീസുകൾ വാങ്ങിക്കുന്നത്. അങ്ങനെ പല കോളേജുകളും അത്തരത്തിലായിരിക്കും വാങ്ങിക്കുന്നത്. ഇപ്പം ഞാനിത് ചെയ്യാനുള്ള താല്പര്യം എന്ന് വെച്ചാൽ, നമ്മൾ വളരെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു ഫാമിലിയിൽ നിന്നാണ് ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇങ്ങനൊരു കോഴ്സ് പഠിക്കാൻ പോകുന്ന സമയത്ത് ഒരു ജോലി കിട്ടുക എന്നതിനപ്പുറം നമ്മൾ വേറെ വലിയ സംഭവങ്ങളെക്കുറിച്ചൊന്നും ചിന്തിച്ച് പോയതല്ല. അപ്പോൾ ഇത് പഠിക്കാൻ പോയ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പഠിക്കുകയും പിന്നീട് ദുബായിലേക്ക് ജോലിക്ക് പോവുകയും അവിടെ നിന്നുകൊണ്ട് തന്നെ കറസ്പോണ്ടൻ്റായിട്ട് തന്നെ ഈ മേഖലയിൽ തന്നെ MBA ചെയ്യുകയും ചെയ്തു. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നു വെച്ചാൽ, ഒരുപാട് പിള്ളേർ, ഒരുപാട് സ്റ്റുഡൻസ് കേരളത്തിലും കേരളത്തിന് പുറത്തും പൈസയുടെ അല്ലെങ്കിൽ ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ കാരണം ഈ ഒരു മേഖല പഠിക്കാൻ പറ്റാതെ വേറെ ജോലികൾ എന്ന് വെച്ചാൽ നാട്ടിലെ ചെറിയ ചെറിയ ജോലികളിലേക്ക്, കടകളിലേക്ക്, സെയിൽസ്മാൻ എന്ന രീതിയിലേക്ക് പോകുന്ന രീതിയിലേക്ക് വന്നു. എന്ന് വെച്ചാൽ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ പഠിക്കണമെന്ന് ആഗ്രഹിച്ച ആളുകളാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ മുന്നിൽ കണ്ടുകൊണ്ട് ആണ് ഇതിലേക്ക് വരുന്നത്. ആദ്യം തന്നെ ഞാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ടീച്ചിങ് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസും കൂടി ഉണ്ട് നമുക്ക്. മാത്രമല്ല, എനിക്ക് ഈ മാർക്കറ്റിങ്ങിനോടും കൂടെ കുറച്ച് താല്പര്യമുള്ള ഒരാളാണ്. പിന്നെ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. പിന്നെ കരിയർ കോച്ചാണ്. ഇപ്പോൾ സ്റ്റുഡൻസിനോട് അപ്പം നമ്മൾ എപ്പോഴും ജെന്യുവിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. പഴയതുപോലെ കുട്ടികളെ നമുക്ക് ചീറ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പം. കാരണം അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഗൂഗിളിൽ ചെക്ക് ചെയ്യാൻ പറ്റും, ഈ മേഖലയിലെ ഓപ്പർച്യൂണിറ്റീസ് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി ഉള്ള മേഖലയാണെങ്കിൽ പോലും ഒരു സ്ഥാപനം തിരഞ്ഞെടുക്കണമെങ്കിൽ അവിടെ എങ്ങനെ ഉണ്ടെന്ന് ഈ പിള്ളേർ, ചിലർ സത്യം പറഞ്ഞാൽ CIDസിനെ വെച്ച് ചെക്ക് ചെയ്യുന്നത് പോലെ ആ സ്ഥാപനത്തെക്കുറിച്ച് ചെക്ക് ചെയ്ത് അത്രയും പഠിച്ചതിന് ശേഷം മാത്രമേ ഒരു പ്രോപ്പർട്ടിയിൽ, ഒരു സ്ഥാപനത്തിൽ, ഒരു കോളേജ് ചൂസ് ചെയ്യാറുള്ളൂ. തീർച്ചയായിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് എമിറേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ഒരു വലിയ പ്രത്യേകത, ഒരു 100 അല്ലെങ്കിൽ ഒരു 150-ലധികം കുട്ടികൾക്ക് പ്ലേസ്മെന്റിനോട് കൂടിയിട്ട് അവരുടെ ഭാവി
തീർപ്പാക്കുന്ന ഒരു രീതി. അപ്പോൾ അത് മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അപേക്ഷിച്ച് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ ഇത്രയും അധികം കുട്ടികൾക്ക് ആ ഒരു പ്ലേസ്മെന്റ് ഓഫർ ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ അതിലേക്ക് ആ കുട്ടികളെ ആകർഷിക്കുന്നത് എങ്ങനെയാണ്? ആ ഒരു സിസ്റ്റം എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ആക്ച്വലി ഞങ്ങൾ വലിയ പരസ്യം കൊടുത്ത് കുട്ടികളെ അഡ്മിഷൻ എടുക്കുന്നവരല്ല. ഇപ്പം നിങ്ങളാണേ പോലും നമ്മളുമായിട്ട് അറിഞ്ഞതിന് ശേഷമായിരിക്കും ഇങ്ങനെ ഒരു കോളേജിനെ കുറിച്ച് പോലും അറിയപ്പെടുന്നത്. അല്ലാതെ നമ്മളെല്ലാവരിലേക്കും അങ്ങ് വലിയ പരസ്യം പോകുന്നതല്ല. ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങളുടെ കോളേജിൽ പഠിച്ച് പ്ലേസ് ആയിട്ടുള്ള കുട്ടികളും അവരുടെ പേരൻസും വഴിയാണ് നമുക്ക് പുതിയ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പ്ലേസ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 100% പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ പ്ലേസ്മെൻറ്റ് കൊടുക്കാൻ വളരെ ഈസിയാണ്. പക്ഷെ പുറത്ത് രാജ്യത്ത് ഒരു പ്ലേസ് ചെയ്യുക എന്ന് വെച്ചാൽ വലിയ പ്രശ്നമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ആ പ്രോപ്പർട്ടിയെ നമ്മൾ ആദ്യം HR മീറ്റ് ചെയ്യുക, അവരുമായിട്ടൊരു MOU സൈൻ ചെയ്യുക, അവർക്ക് നമ്മളെ വിശ്വാസം വരണം. നമ്മൾ കൊടുക്കുന്ന കുട്ടികൾ ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ അത്രയും മിടുക്കരാണെന്ന് അത് നമ്മളിലൂടെ ബോധ്യപ്പെട്ടാൽ മാത്രമേ അവർക്ക് നമുക്കൊരു MOU പോലും സൈൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതെന്ന് വെച്ചാൽ വളരെ കഷ്ടത അനുഭവിച്ച നാളുകളുണ്ടായിരുന്നു. ഞങ്ങൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് വെച്ചാൽ ദുബൈയിലും ബഹ്റൈനിലും ഈ പറയുന്ന ഒമാൻ ഇങ്ങനെയുള്ള ഗൾഫ് കൺട്രീസിൽ പോയിട്ട് നമ്മളിങ്ങനെ ഓരോ പ്രോപ്പർട്ടികൾ കയറി ഇറങ്ങി കൺവീൻസ് ചെയ്താണ് ഓരോരുത്തരും നമുക്ക് എന്നാൽ നിങ്ങളുടെ ഒരു കുട്ടിയെ എടുക്കാം 2 കുട്ടിയെ എടുക്കാം എന്നുള്ള രീതിയിൽ അവർ നമ്മളുമായിട്ട് ഓക്കെ ആയത്. ആ ഒരു കുട്ടിയെ കൊടുത്തതിന് ശേഷമാണ് പിന്നീട് അവർ അടുത്ത കാൻഡിഡേറ്റിനെ ചോദിച്ചുകൊണ്ട് നമ്മളങ്ങനെ ബാക്കി സ്റ്റുഡൻസിനെ എല്ലാം പ്ലേസ് ചെയ്യുന്നത്. ഇപ്പോ ഇപ്പോഴത്തെ കാലത്ത് അതായത് സിലബസ് അതൊരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. അതെ അപ്പോൾ ഇന്റർനാഷണൽ ലെവലിലേക്കാണ് നമ്മുടെ ഇവിടെ അടൂരിലെ കുട്ടികൾ പഠിച്ചിറങ്ങുന്നതും അതെ പോകുന്നതും ജോലിക്കായിട്ട്. അപ്പൊ ആ സിലബസും അതേ രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ അതെ ചെയ്യണം എന്നുള്ളത് അതെ ഒരു പ്രധാന ഘടകമാണ്. അപ്പൊ ഏത് രീതിയിലാണ് ആ ഒരു സിലബസ് മെയിൻറ്റെയിൻ അതൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്? ഞങ്ങൾ ആക്ച്വലി ചെയ്യുന്നതെന്ന് വെച്ചാൽ തിയറിക്കലി ഉള്ളത് കൊടുക്കാറുണ്ട്, എങ്കിൽ പോലും പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് വേൾഡ് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഓരോ പ്രോപ്പർട്ടികൾക്ക് പോലും ഉണ്ടാവും. എന്ന് വെച്ചാൽ വലിയ വലിയ പ്രോപ്പർട്ടികൾ എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് അവർക്ക് LQ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ട്. എന്ന് വെച്ചാൽ വേൾഡ് ചെക്കിങ് കാര്യങ്ങൾ നടക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഒരു വലിയൊരു VIP ഗസ്റ്റുകൾ സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടികൾ എങ്ങനെ ഉണ്ടെന്ന് അതിൻ്റെ നിലവാരം പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഓതറൈസേഷൻസ് ഒക്കെ ഉണ്ട്. അവർ വന്ന് ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് ബെസ്റ്റ് ഹോട്ടൽ ഇതാണെന്നുള്ള രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അതിൻ്റെ ഒരു ഇത് കാണുമല്ലോ. മീൻസ് അതിൻ്റെ ഹയറാർക്കി ലെവൽ എങ്ങനെ ആയിരിക്കും, റിക്വയർമെൻറ്റ്സ് എന്താണെന്നുള്ളത് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടിക്ക് ഒരു സ്റ്റാൻഡേർഡ് ലെവലിലുള്ള ഒരു പ്രോപ്പർട്ടി കുറച്ചും കൂടെ മികച്ചതാവാൻ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യം പഠിപ്പിക്കുന്നത്. അപ്പോൾ സിലബസ് പോകുന്നുണ്ട്, അതിനകത്ത് തന്നെ ചിട്ടപ്പെടുത്തി എടുത്താണ് ആ സിലബസ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണ് കൂടുതലായിട്ട് ഞങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നത്. ഈ IV ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതെ 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 അപ്പോൾ ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഒക്കെ നടത്തുക മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് പൈസ കുട്ടികളിൽ നിന്ന് കളക്ട് ചെയ്തതിന് ശേഷമായിരിക്കും അവർക്കൊരു ഇൻഡസ്ട്രിയൽ അതെ വിസിറ്റ് നടത്തുന്നത്. തീർച്ചയായിട്ടും. പക്ഷെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അതൊരു വേറിട്ട രീതിയിലാണ് ചെയ്യുന്നത്. അതെ കാരണം അതെ സൗജന്യമായിട്ടാണ് കുട്ടികളെ അതെ ട്രെയിനിങ്ങിനും മറ്റു അതെ കാര്യങ്ങൾക്കും കൊണ്ടുപോകുന്നത്. അതെ അപ്പൊ അതിന്റെ ഒരു ചെലവ് അത് ആ കുട്ടികൾക്ക് ലഭിക്കുന്ന ആ ഒരു എക്സ്പോഷർ അതിനെ കുറിച്ചൊക്കെ എങ്ങനെയാണ്? ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യം പറയാം, ഞങ്ങൾ വലിയ ഒരു പേയ്മെൻറ്റ് മേടിച്ച് ഈ ഇൻഡസ്ട്രി പഠിപ്പിച്ച് വിടുന്ന ആളുകളല്ല. ചെറിയ ഫീസാണ്. പക്ഷെ എങ്കിൽ പോലും ചില പേരൻസ് വളരെ കഷ്ടത അനുഭവിക്കുന്ന വീട്ടിൽ നിന്നുള്ള കുട്ടികൾ വരും. കഷ്ടതയെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഫാമിലിയിൽപ്പെട്ട കുട്ടികൾ വരാറുണ്ട്. അപ്പം നമുക്ക് തികച്ചും അവർക്ക് ചില കുട്ടികളെ സൗജന്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ടാവും, ചില കുട്ടികൾക്ക് ഫീസ് അതിനനുസരിച്ചാണ് നമ്മൾ ചാർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞങ്ങളുടെ IV എന്ന് പറഞ്ഞാൽ കോളേജിന് മാനേജ്മെൻറ്റിന് കിട്ടേണ്ട ഒരു പ്രോഫിറ്റ് ഉണ്ടാവും. ആ പ്രോഫിറ്റിൻ്റെ 75% കുട്ടികൾക്ക് തന്നെ ഞങ്ങൾ സ്പെൻഡ് ചെയ്യാൻ കൊടുക്കുകയാണ്. ബാക്കി പൈസ മാത്രമേ കോളേജിൻ്റെ റണ്ണിങ് എക്സ്പെൻസിനും ബാക്കി എടുക്കത്തുള്ളൂ. ഈ മേഖല എന്താണെന്നുള്ളത് നേരിട്ട് കൊണ്ടുപോയി അത് ഞങ്ങൾ ദുബൈ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ഒരു 3 കൊല്ലം ദുബൈയിലായിരുന്നു. പിന്നീട് മലേഷ്യയിലും തായ്ലാൻഡിലുമാണ് ഇപ്പം ഞങ്ങൾ IV ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എയർപോർട്ട് വരെയുള്ള ബസ് കൂലി മാത്രമേ കുട്ടിക്കുള്ളൂ. എയർപോർട്ടിനുള്ളിൽ നിന്നും കയറി കഴിഞ്ഞാൽ അവരുടെ ടിക്കറ്റ്, വിസ, ഫുഡ്, അക്കോമഡേഷൻ, അവരുടെ സൈറ്റ് സീയിങ് മുതൽ മുഴുവൻ കാര്യങ്ങളും. കാരണം ഇതിലൂടെ ഉണ്ടാകുന്നൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് വെച്ച് കുട്ടികൾ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത് കുറയും. കാരണം ഈ മേഖല എന്താണെന്ന് ഇവരെ ആദ്യമേ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹം അവരുടെ ഉള്ളിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ IV ഞങ്ങൾ ടോട്ടലി ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഇത് എത്ര നാളത്തെ കോഴ്സാണ്? ഇപ്പൊ ഹോട്ടൽ മാനേജ്മെന്റ് മറ്റും എത്ര നാൾ മുമ്പ്? ഞങ്ങൾക്ക് ഇതിൻ്റെ സത്യം പറഞ്ഞാൽ 6 മന്ത് തൊട്ട് തുടങ്ങുന്നുണ്ട് പ്രോഗ്രാംസ്. 6 മന്ത് ചില ഏജ്ഡ് ആയിട്ടുള്ളവർ, ചില വീട്ടിലെ
പേരൻസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രോബ്ലമായിട്ട് നിൽക്കുന്ന ചില കുട്ടികളുടെ ഉണ്ട്. കാരണം അവരുടെ ഇഷ്ടത്തിന് തന്നെ പോയി പഠിക്കണമെന്ന് പറയും. ഇപ്പോൾ ചില പിള്ളേർ പറയും എനിക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതൊരു കുറച്ചിലായിട്ടുള്ളൊരു കോഴ്സായിട്ട് കണ്ടുകൊണ്ട് അത് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയുണ്ട്. ഹോട്ടൽ ഉണ്ട്. മാനേജ്മെന്റ് ഒത്തിരി തരം താഴ്ന്ന കോഴ്സ് എന്ന രീതിയിൽ പറയപ്പെടുന്നുണ്ട്. നമ്മൾ ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിക്കുന്ന ഇവനിതാണോ കിട്ടിയുള്ളൂ എന്ന അതെ. രീതിയിൽ ചോദിക്കുന്നത് അതൊരു ഉദാഹരണം മാത്രം. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ട്. കാരണം ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹോട്ടലിലെ ഈ പാത്രം കഴുകുക, അല്ലെങ്കിൽ എല്ലാ കറികൾ വെക്കുക, ചോറ് വെക്കുക, ഇങ്ങനെ ഒരു ചിന്താഗതിയിലുള്ള ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ എങ്ങനെ പറയാം, ചില ആൾക്കാർ ഇപ്പോഴും നമ്മളെ കളിയാക്കാറുണ്ട്. പക്ഷേ എങ്കിലും നമ്മളത് മൈൻഡ് ചെയ്യാറില്ല. ഇപ്പോഴും ഞാൻ സ്കൂളുകളിൽ ചെറിയ ക്ലാസ്സുകൾ എടുക്കാൻ പോകാറുണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും ഞങ്ങളുടെ കോളേജിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയല്ല, ഞാൻ ഈ ഇൻഡസ്ട്രിയെക്കുറിച്ച് സംസാരിക്കാനാണ് പോകുന്നത്. ഇപ്പോഴും കേരളത്തിലെയും നമ്മുടെ ഇന്ത്യയിലെയും മൊത്തത്തിൽ ഉള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ആളുകൾ കുറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനൊരു ബാഡായിട്ടുള്ളൊരു മെസ്സേജുകൾ ഈ ഇൻഡസ്ട്രിയെക്കുറിച്ച് കൊടുക്കുന്നുണ്ടാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ നോർമലി എല്ലാവരും ജീവിക്കുന്നതിന് നല്ല വസ്ത്രം ധരിക്കുക, നല്ല വണ്ടി എടുക്കുക, ഒരു താമസ സ്ഥലം കണ്ടെത്തുക, കുറേ രാജ്യങ്ങൾ അല്ലെ കുറേ സ്ഥലങ്ങൾ കണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോഴത്തെ ആളുകളെല്ലാം. അങ്ങനെ ഉള്ള ആളുകൾക്ക് പറ്റിയ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു മേഖലയാണ്. കാരണം ക്രൂസ് ലൈൻസുകൾ, ഷിപ്പിലൊക്കെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ ഷിപ്പ് സഞ്ചരിക്കുന്ന ആ മേഖലയിലല്ല, ആ പോകുന്ന ആ സ്ഥലത്തേക്ക് ഇത്ര പരിധിയിൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. സാലറി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കാത്ത സാലറിയാണ്. സാലറി മാത്രമല്ല, സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു നേഴ്സായിട്ടോ മറ്റൊരു കോഴ്സ് പഠിച്ചിട്ട് ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് സാലറി മാത്രമേ കാണത്തുള്ളൂ, അല്ലെ ഓവർ ടൈം കാണും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. നമുക്കൊരു സാലറി വരുന്നുണ്ട്, പ്ലസ് സർവീസ് ചാർജ് വരുന്നുണ്ട്. സർവീസ് ചാർജ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഇത്ര പെർസെൻറ്റേജ് സ്റ്റാഫിന് ഷെയർ ചെയ്ത് കൊടുക്കുന്നതാണ് സർവീസ് ചാർജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിലേക്ക് വരുന്നവർക്ക് ഏറ്റവും കൂടുതൽ സാലറിയെക്കാട്ടിലും സർവീസ് ചാർജ് കൊണ്ടാണ് അവരുടെ കാര്യങ്ങൾ ഇതാക്കുന്നത്. പിന്നെ നല്ലൊരു എൻ്റർപ്രണർ ആവാൻ പറ്റിയൊരു മേഖലയാണ് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് ഒരുപാട് തരത്തിലുള്ള ബിസിനസ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവട്ടെ, പിന്നെ ഈ പറയുന്നത് പോലെ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൊച്ചിയിൽ തന്നെ ഒരുപാട് 5 സ്റ്റാർ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ പ്രോപ്പർട്ടീസിൽ നമുക്ക് ഓരോ സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. മീൻസ് നമുക്കിപ്പം അവിടെ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അവിടെ ഫ്ലവേഴ്സ്, ക്ലോത്തുകൾ, ഇങ്ങനെയുള്ളതിനെക്കുറിച്ച്, പിന്നെ കിച്ചണിലാണെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അതിനുള്ള സംഭവങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതിൻ്റെ കമ്പനികൾ ചെയ്യാം. പിന്നെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ബിസിനസ്സുകളുണ്ട്. ചെറിയ പേസ്ട്രി ഷോപ്പുകൾ, കഫേകൾ, ഇങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങൾ ചെയ്യാൻ പറ്റുന്ന സാധ്യത. ഇപ്പം നമ്മുടെ കോളേജിൽ പഠിച്ചു പോയിട്ടുള്ള പല പിള്ളേർ ഇവൻറ്റ് മാനേജ്മെൻറ്റുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിലൂടെ സക്സസ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അല്ല, അപ്പൊ അവരിൽ നിന്നൊക്കെ ഒരു അഭിപ്രായം എന്തെങ്കിലും നേടിയിട്ടുണ്ടോ? എങ്ങനെയുണ്ട് കോഴ്സ് പഠിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ട് എന്നുള്ള അല്ല, അതാ ഇതിനകത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊരു ഹ്യൂമാനിറ്റി ഉണ്ടാവുക എന്നതാണ് ഇതിനകത്തെ മുഖ്യം. കാരണം ഒരാളോട് എങ്ങനെ സംസാരിക്കണം, ഒരു പൊതുസമൂഹത്തിൽ ഇറങ്ങി നിന്ന് എങ്ങനെ പെരുമാറണം എന്നുള്ള രീതിയാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ അവർക്ക് ഗുണം ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയെടുത്ത് തുടങ്ങുകയാണെങ്കിൽ ഇപ്പൊ ഹോട്ടൽ മാനേജ്മെന്റ്, ഹോസ്പിറ്റാലിറ്റി, പിന്നെ ഷിപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സ്റ്റഡീസ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വിഭാവനം ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഇപ്പൊ ഏവിയേഷൻ, അതെ, അത് പിന്നെ അതുപോലെ തന്നെ ഹോട്ടൽ മാനേജ്മെന്റ്, ഹോസ്പിറ്റാലിറ്റി, ഇതിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വന്നിരിക്കുന്നത് ഏത് മേഖലയിലാണ്? നമ്മൾ സത്യം പറഞ്ഞാൽ ഇതൊരു പാഷനേറ്റ് ആയിട്ടുള്ളൊരു മേഖലയാണ്. സത്യം പറഞ്ഞാൽ പല കേരളത്തിലുള്ള പ്രത്യേകിച്ച് ഗേൾസിന് അറിയാൻ വേണ്ടി ഞാൻ ഒന്ന് പറയാം. ഈ ഏവിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ യൂണിഫോമോ ഇങ്ങനെ കണ്ട് കയറുന്ന കുട്ടികളാണ് കൂടുതൽ ആൾക്കാർ. പക്ഷേ ഈ ഏവിയേഷൻ സെക്ടറിനെ കുറിച്ച് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ എത്ര പേർക്ക് ജോലി കിട്ടുന്നു എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. കാരണം കേരളത്തിൽ എത്ര എയർപോർട്ടുകളുണ്ട്, അവിടെ കേരളത്തിൽ എത്ര ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവാം. അപ്പോൾ എത്ര പേർക്ക് അതിനകത്ത് ജോലി കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വലിയൊരു ചോദ്യചിഹ്നമാണ്. അപ്പം നമ്മുടെ കോളേജിൽ എന്ന് വെച്ചാൽ ഹോസ്പിറ്റാലിറ്റിയിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആണ് കൂടുതൽ വരുന്നത്. അതിൽ ഡിപ്ലോമ കോഴ്സുകളാണ് കൂടുതലായിട്ട് വരുന്നത്. ഈ ഡിപ്ലോമ കോഴ്സുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും കൂടിയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇതിനകത്തൊരു 4 കോർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവനായിട്ട് പഠിച്ചിട്ട് ഈ കുട്ടിക്ക് ട്രെയിനിങ് സമയത്ത് തീരുമാനിക്കാം ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് അവന്